ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഹാരപ്പൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും സിന്ധു നദിയുടെ തീരത്ത് BCE 3rd മില്ലേനിയം BCയുടെ പകുതി ആയപ്പോഴത്തേക്കും ഉണ്ടായ ഒരു സിവിലൈസേഷൻ ആയിരുന്നു. ഏത് സിവിലൈസേഷൻ? ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് സിന്ധു നദിയുടെ തീരത്താണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തോട്ടും വെസ്റ്റ് ഭാഗത്തോട്ടും എന്തു ചെയ്തു? കൂടുതൽ സ്പ്രെഡായി. ഓക്കെ, ഇനി ഈ ഒരു സിവിലൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ പറയുന്നത് പലതരത്തിലുള്ള സ്കൾപ്ചേഴ്സ്, സീൽസ്, പോട്ടറീസ്, ജുവലറീസ് ഒക്കെ ഈ ഒരു എക്സ്കവേഷൻ നടത്തിയ സൈറ്റിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സിറ്റീസാണ് ഈ ഹാരപ്പയും മൊഹൻജദാരോയും. ഇവരെന്ന് പറയുന്നത് അവിടെ ഒരു അർബൻ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന 2 സൈറ്റുകളാണ് ഈ ഹാരപ്പയും മൊഹൻജദാരോയും. ദ പ്ലാൻഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ്, houses and drainage system indicate the planning and engineering skills that developed during those times. ആ സമയത്ത് ഉണ്ടായിരുന്ന എൻജിനീയറിംഗ് സ്കിൽസും പ്ലാനിങ്ങും ഒക്കെ നമുക്ക് എന്ത് കണ്ടിട്ട് മനസ്സിലാക്കാം? അവിടെ ഒരു പ്ലാൻഡ് നെറ്റ്വർക്ക്, റോഡിൻ്റെ നല്ലൊരു പ്ലാൻഡ് റോഡ് ഉണ്ടായിരുന്നു, ഹൗസസ് ഉണ്ടായിരുന്നു, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് അവിടെ നല്ല രീതിക്ക് ഒരു എൻജിനീയറിംഗ് സ്കിൽസ് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇനി ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷനും അവിടെ നിന്ന് ലഭിച്ച ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സുമാണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യമേ പറയുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പ തന്നെയാണ്. ഈ ഹാരപ്പ ഇപ്പം പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ രവി നദിയുടെ തീരത്താണ്. സിന്ധു നദിയെന്ന് എഴുതി വെക്കരുത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയതുകൊണ്ട് ഹാരപ്പ ഉള്ളത് എവിടെയാണ്? രവി നദിയുടെ തീരത്താണ്. ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ഈ ഒരു സൈറ്റ്. മൊഹൻജദാരോയും ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ഉള്ളത്. അതിന് നോക്കാം. അപ്പം എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്ക്? ഇവിടെ നിന്ന് കിട്ടിയ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നാണ്? അതിൽ ഫസ്റ്റ് വണ്ണാണ് 2 rows of 6 granaries. 2 റോകളിലായിട്ട് 6 ഗ്രാനറീസ് വെച്ചൊരു ബിഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ എന്തുണ്ടായിരുന്നു? ഗ്രാനറീസ് ഉണ്ടായിരുന്നു. രണ്ടാമത് സ്റ്റോൺ സിംബൽ ഓഫ് ലിംഗം ആൻഡ് യോനി. ദെൻ മദർ ഗോഡസ് സ്കൾപ്ചർ. വീറ്റ് ആൻഡ് ബാർലെ ഇൻ വുഡൻ മോർട്ടാർ. വുഡൻ മോർട്ടാറിൽ വീറ്റും ബാർലയും സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. പിന്നീടുള്ളത് ഡൈസ് ലഭിച്ചിട്ടുണ്ട്, കോപ്പർ സ്കെയില്, മിറർ. ഇതെല്ലാം ഈ ഹാരപ്പൻ സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്തൊരു സൈറ്റിലോട്ട് പോകാം. മൊഹൻജദാരോ. മൊഹൻജദാരോ എന്ന് പറയുന്നതും ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണുള്ളത്. ഏത് നദിയുടെ തീരത്താണ്? ഇൻഡസ് നദി, അതായത് സിന്ധു നദിയുടെ തീരത്താണ് മൊഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. ഹാരപ്പ എവിടെയായിരുന്നു? രവി നദിയുടെ തീരത്തായിരുന്നു. അപ്പോൾ മൊഹൻജദാരോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് സിറ്റാഡൽ. സിറ്റാഡൽ എന്ന് വെച്ചാൽ കോട്ട അല്ലേ? അതുപോലെ ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി, പശുപതി സീല്, മോസ്റ്റ് ക്രെമേഷ്യൻ ബറിയൽ, അതായത് ശവസംസ്കാരം നടത്തുന്ന ആ ഒരു കുഴി. പിന്നെ സ്കൾപ്ചർ ഓഫ് ബിയർഡഡ് പ്രീസ്റ്റ്, താടിയുള്ള പുരോഹിതൻ്റെ ഒരു സ്കൾപ്ചർ കിട്ടിയിട്ടുണ്ട്. ഫേമസ് ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ഡാൻസിങ് ഗേൾ, അത് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസിങ് ഗേളിൻ്റെ സ്റ്റാച്യൂയുടെ ആ ഒരു ബ്രോൺസ് സ്റ്റാച്യു ലഭിച്ചിട്ടുണ്ട്. അതത്രയാണ് മൊഹൻജദാരോയിൽ നിന്ന് കിട്ടിയത്. അപ്പം മൊഹൻജദാരോ, ഹാരപ്പ എന്നുള്ളതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഹിസ്റ്ററിയിലാണ് പഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ ആർക്കിടെക്ചറാണ് പഠിക്കുന്നത്. സോ അവിടെ നിന്ന് കിട്ടിയ എന്തൊക്കെ പണ്ടത്തെ ആർക്കിടെക്ചർ, സ്കൾപ്ചർ എന്തൊക്കെയാണെന്ന് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. അതിൽ ഓർത്ത് വെച്ചിരിക്കുക, മൊഹൻജദാരോ ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദിയുടെ തീരത്താണ്. ഇനി അടുത്തൊരു സൈറ്റാണ് ധൊലാവിറ. ധൊലാവിറ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സിറ്റി ടു ബി ഡിസ്കവേർഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെത്തിയ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു സൈറ്റാണ് ഈ ധൊലാവിറ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സിറ്റി ടു ബി ഡിസ്കവേർഡ് എന്ന ഓപ്ഷൻസിൽ ഹാരപ്പയും മൊഹൻജദാരോയും അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ ഇതിൻ്റെ ആൻസർ
ധൊളാവിറ എന്ന് പറയുന്ന ഗുജറാത്തിലുള്ള ആ ഒരു സിറ്റിയാണ് ലാസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചത്. ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് ജൈൻറ്റ് വാട്ടർ റിസർവോയർ, യുണീക്ക് വാട്ടർ ഹാർനസിംഗ് സിസ്റ്റം, അതായത് വെള്ളം ഉപയോഗിക്കുന്ന ഒരുപാട് സിസ്റ്റംസ്, സ്റ്റേഡിയംസ്, ഡാംസ്, എംബാങ്ക്മെൻറ്റ്സ്, ഇൻക്രിപ്ഷൻ കംപ്രൈസിങ് 10 ലാർജ് സൈസ്ഡ് സൈൻസ് ലൈക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്. ഇതൊക്കെയായിരുന്നു ഈ ഒരു ധൊളാവിറ എന്ന് പറയുന്ന ഗുജറാത്തിലെ ആ ഒരു സൈറ്റിൽ നിന്ന് ലഭിച്ചത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്, ഗുജറാത്തിലെ തന്നെയാണ് ലോഥൽ. മറ്റേത് രണ്ടും എവിടെയാണ്, ഇപ്പോഴത്തെ പാകിസ്ഥാനിലായിരുന്നു ഹാരപ്പയും മൊഹൻജദാരോയും. ധൊളാവിറയും ലോഥലും എവിടെയാണ്, ഗുജറാത്തിലാണ്. അപ്പോൾ ഈ ലോഥലിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ലോഥലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെത്തിയ സൈറ്റ് ധൊളാവിറയാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മാഞ്ചസ്റ്റർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്, ലോഥലാണ്. ഇവിടെ നേവൽ ട്രേഡ് നടന്നു എന്നുള്ളതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഡോക്യാർഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. റൈസ് ഹസ്ക്, അതായത് ഉമ്മി ലഭിച്ചിട്ടുണ്ട്. ഫയർ അറ്റാർസ്, പെയിൻറ്റഡ് ജാർസ്, ടെറാക്കോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹോഴ്സും ഷിപ്പും ഒക്കെ ഫിഗേഴ്സ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ 45 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ അവശേഷിപ്പുകളും എവിടെ നിന്ന് ലഭിച്ചു, ലോഥലിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്, വിച്ച് ഈസ് നോൺ ആസ് ദ മാഞ്ചസ്റ്റർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഏതാണ്, ലോഥലാണ്. ഓക്കെ, ഇനി അടുത്തൊരു ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി ഒരുപാട് സൈറ്റുകൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഈ ഒരു മൊഡ്യൂളിൽ നോക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഹിസ്റ്ററി ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ രാഗിഗർഹി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റാണ് രാഗിഗർഹി. ഈ രാഗിഗർഹി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും വലിയ സൈറ്റ് എന്ന് പറയാം ഈ രാഗിഗർഹി. പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്, രാഗിഗർഹിയാണ്. ഈ 2 പോയിൻറ്റ്സും ഓർത്തിരിക്കുക. ഇവിടെ നിന്നും ടെറാക്കോട്ട ബ്രിക്സും ഗ്രാനറിയും സെമിത്തേരിയും ഡ്രെയിൻസും ഒക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ആർക്കിടെക്ചർ ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്മളെന്താണ് ആർക്കിടെക്ചറാണ് പഠിക്കുന്നത്. അപ്പം വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടിരിക്കുമ്പോൾ ചോദിക്കുന്നു ഹാരപ്പൻ സിവിലൈസേഷനിലെ ആർക്കിടെക്ചർ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾ ഹാരപ്പൻ സൈറ്റ് കാണാൻ പോയെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പം ഒരുപാട് ഹാരപ്പയുടെയും മൊഹൻജദാരോയുടെയൊക്കെ ഒരുപാട് അവശേഷിപ്പുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നു അവിടെ ഒരു ശരിയായ ഒരു ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന പോയിന്റ് എന്തായിരിക്കണം, ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നാണ്. കൂടുതലും ടൗൺസ് റെക്റ്റാങ്കുലർ ഗ്രിഡ് പാറ്റേണിലായിരുന്നു ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ടൗൺസ് വെയർ ലേഡ് ഔട്ട് ഇൻ എ റെക്റ്റാങ്കുലർ ഗ്രിഡ് പാറ്റേൺ, അതും ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യമേ ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ ടൗൺസ് എന്ന് പറഞ്ഞത് ഏത് പാറ്റേണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, റെക്റ്റാങ്കുലർ പാറ്റേണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ദ റോഡ്സ് റാൻ ഇൻ നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. റോഡുകളെന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലും എല്ലാം പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അവിടെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഒരു ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലേ. അപ്പോൾ ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു, ഒരു റെക്റ്റാങ്കുലർ പാറ്റേണിലായിരുന്നു ആ ടൗൺ അറേഞ്ച് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ റോഡുകൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിലും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലും ഉണ്ടായിരുന്നു. ആ 2 റോഡുകളും കട്ട് ചെയ്തിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ പോർഷൻ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, ആ 2 റോഡുകളും കട്ട് ചെയ്യുന്നത്. ഇനി മെയിൻലി അവിടെ 3 തരത്തിലുള്ള ബിൽഡിങ്സ് ആയിരുന്നു കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കണ്ടു, ടൗൺ പ്ലാനിങ് കണ്ടു, റോഡുകളുടെ കാര്യവും പറഞ്ഞു അല്ലേ. ഇനി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ മെയിനായിട്ടും 2 തരത്തിലുള്ള ബിൽഡിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബിൽഡിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 തരത്തിലല്ല 3 തരത്തിലുള്ള ബിൽഡിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഡ്വെല്ലിംഗ് ഹൗസസ്, അതായത് വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടുണ്ടായിരുന്നത് പബ്ലിക് ബിൽഡിങ്സ് ആയിരുന്നു. പിന്നീടുണ്ടായിരുന്നത് പബ്ലിക് ബാത്തുകളായിരുന്നു. ഇത്രയും തരത്തിലുള്ള ബിൽഡിങ്സിൻ്റെ അവശേഷിപ്പുകളും അവിടെ നിന്ന് കണ്ടു. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, പിക്ചറൈസ് ചെയ്യുക. ഇനി
നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ ഹാരപ്പൻസ് യൂസ്ഡ് ബേൺഡ് മഡ് ബ്രിക്സ് ഫോർ സ്റ്റാൻഡർഡൈസ്ഡ് ഡയമെൻഷൻ ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് ഈ ഹാരപ്പൻസ് ഉപയോഗിച്ചത് എന്താണ്? ബേൺഡ് ആയിട്ടുള്ള ചെളി കൊണ്ടുണ്ടാക്കിയ കട്ടകൾ ഉപയോഗിച്ച് അതൊരു കറക്റ്റ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഡയമെൻഷൻസ് വെച്ചിട്ട് ആയിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? ബിൽഡിങ്സ് എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ഈ വെൽ ബേക്ക്ഡ് ബ്രിക്സ് എന്തായാലും നമ്മളിപ്പോഴത്തെ സിമെൻറ്റ് ഉപയോഗിക്കുന്ന കണക്ക് അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്, ഇവർ ഈ കട്ടകൾ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ജിപ്സം മോർട്ടാർ ആയിരുന്നു. ഓക്കെ, ജിപ്സം മോർട്ടാർ. ജിപ്സം മോർട്ടാർ എന്ന് പറയുന്നത് എന്താണ്? ചുണ്ണാമ്പ് കല്ലാണ്. ഓക്കെ, അങ്ങനെ ചുണ്ണാമ്പ് കല്ല് വെച്ചിട്ടായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. ഇനി സിറ്റി, അവിടുത്തെ സിറ്റി എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. ഒന്ന് സിറ്റാഡൽ എന്നും ഒന്ന് ലോവർ സിറ്റി എന്നും. ആ ഒരു പിക്ചറൈസേഷനാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് സിറ്റാഡൽ? സിറ്റാഡൽ എന്ന് പറഞ്ഞതാണ്ട് ഈ ഒരു അപ്പർ പോർഷനെയാണ് സിറ്റാഡൽ എന്ന് പറയുന്നത്. ഈ താന്ന് വരുന്ന ഈ ഒരു ലോവർ പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? ലോവർ സിറ്റി. ഏതാണ്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. ഈ ഒരു പോർഷൻ എന്താണ്? സിറ്റാഡൽ. ഈ താഴത്തെ പോർഷനാണ് ലോവർ സിറ്റി എന്ന് പറയുന്നത്. അപ്പം അപ്രൈസ്ഡ് സിറ്റാഡൽ എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വലിയ വലിയ ഡയമെൻഷൻസിലുള്ള ബിൽഡിങ്സ് ഉണ്ടാക്കാൻ, അതായത് ഗ്രാനറീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സ്, തൂണുകൾ വെച്ചിട്ടുള്ള ബിൽഡിങ്സ്, കോർട്ട് യാർഡ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സിറ്റാഡൽ, ആ ഒരു സിറ്റാഡൽ പോർഷനിൽ ഉണ്ടാക്കിയിരുന്നത്. കൂടുതലും വിശ്വസിച്ചിരുന്നത് അവിടെ റൂളേഴ്സും അരിസ്റ്റോക്രാറ്റ്സും, അതായത് വലിയ പ്രഭുക്കന്മാരൊക്കെ അവിടെ ആയിരുന്നു താമസിച്ചിരുന്നതെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്, അതായത് കണ്ടെത്തിയിട്ടുള്ളത് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഗ്രാനറീസ് എന്ന് പറയുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിത്ത് സ്ട്രാറ്റജീസ് എയർ ഡക്റ്റ്, അവിടെ എന്തുണ്ട്? എയർ ഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്രാനറീസ് കുറച്ചൊരു പൊക്കത്തിലായിരിക്കും ഗ്രാനറീസ് സെറ്റ് ചെയ്യുന്നത്, കാരണം പെസ്റ്റിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഹാരപ്പൻ സൈറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ ഗ്രേറ്റ് ബാത്തുകൾ ഉണ്ടായിരുന്നു. അതായത് ആ ഒരു സമയത്ത് അവർ വൃത്തിക്കും ആ ഒരു കൾച്ചറിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു ഐഡിയ. ഈ ബാത്തിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ട് എന്തുണ്ട്? അറേ ഓഫ് ഗാലറികളും ഉണ്ടായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ റൂമുകളും അതിന് ചുറ്റിനുമായിട്ടുണ്ടായിരുന്നു. ലോവർ പാർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയുമ്പം അവിടെ ഒരു സ്മോൾ 1 റൂംഡ് ഹൗസസ് ആയിരുന്നു കൂടുതലും കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അവിടെ ഒന്നെങ്കിൽ എന്താണ് ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ ക്വാർട്ടേഴ്സ് ആയിരിക്കാം അതെന്ന് വിശ്വസിക്കുന്നു. മിക്ക ബിൽഡിങ്സിനും അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? കിണറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ബാത്റൂംസും ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം, അതായത് ഇപ്പോൾ സിംഗിൾ വീടുകളിൽ നിന്നെല്ലാം ഒരു ഡ്രെയിനേജ് സിസ്റ്റം പോയിട്ട് റോഡുകളുടെ മെയിൻ ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് ഒഴുകി പോകുന്ന രീതിക്ക് ഒരു കറക്റ്റ് ഒരു പ്ലാനിങ്ങിൽ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഡ്രെയിൻസ് വെയർ കവേർഡ് ലൂസ്ലി. ആ ഡ്രെയിൻസ് കവർ ചെയ്തിരിക്കുന്നത് വളരെ ലൂസായിട്ടാണ്, കാരണം അവർക്ക് പിന്നീട് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം വെച്ച് ലൂസായിട്ടായിരുന്നു അവരത് കവർ ചെയ്തിരുന്നത്. ഇനി അപ്പോൾ ആർക്കിടെക്ചർ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത്രയും കാര്യങ്ങൾ പറയാം അല്ലേ? ടൗൺ പ്ലാനിങ്, ബിൽഡിങ്സിൻ്റെ കാര്യങ്ങൾ പറയാം, അത് സിറ്റീനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത കാര്യങ്ങൾ പറയാം, ഗ്രേറ്റ് ബാത്തുകളുടെ കാര്യം പറയാം. അങ്ങനെ പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ആ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു ആർക്കിടെക്ചർ എന്താണെന്ന് മനസ്സിലാവും. ഇനി ഇവിടുത്തെ സ്കൾപ്ചറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു എന്താണ്? ചെറിയ പീസ് ഓഫ് വർക്ക് ഓഫ് ആർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്കൾപ്ചർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ ഹാരപ്പൻ സൈറ്റിൽ നിന്ന് ലഭിച്ച സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത് സീലുകളും ബ്രോൺസ് ഫിഗേഴ്സും അതുപോലെ തന്നെ പോട്ടറീസുമാണ്. ഇത്രയും കാര്യങ്ങളാണ് കൂടുതലും ഹാരപ്പൻ സിവിലൈസേഷൻ സൈറ്റുകളിൽ നിന്ന് ലഭിച്ചത്. ഇനി ആദ്യമേ സീലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കിയോളജിസ്റ്റ്
ഒരുപാട് സീൽസ് ഈ എക്സ്കവേഷൻ സൈറ്റിൽ നിന്ന് ഒരുപാട് സീൽസ് ആർക്കിയോളജിസ്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. മിക്കതും ഏത് ഷേപ്പിലായിരുന്നു? സ്ക്വയർ ഷേപ്പിലായിരുന്നു. പക്ഷേ ട്രയാങ്കുലർ ഷേപ്പിലുള്ളതും സർക്കിൾ ഷേപ്പിലുള്ളതും ഒക്കെ സീലുകൾ ലഭിച്ചിട്ടുണ്ട്. കൂടുതലും ഏത് ഷേപ്പായിരുന്നു? സ്ക്വയർ ഷേപ്പായിരുന്നു. അപ്പോൾ ആദ്യമേ സീലിൻ്റെ കാര്യം പറഞ്ഞു. ഈ സീൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ റിവർ ബെഡ് ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കല്ലുണ്ട്. അതിനെയാണ് സ്റ്റേറ്റൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കല്ല് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും സീലുകൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ കോപ്പർ വെച്ചിട്ടുണ്ടാക്കിയ സീലുകൾ ഉണ്ടായിരുന്നു, ടെറാക്കോട്ട് വെച്ചിട്ടുള്ള സീലുകൾ ഉണ്ടായിരുന്നു, ചെർട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള സീലുകളൊക്കെ ഉണ്ടായിരുന്നു. മിക്ക സീലുകളിനകത്തും എന്താണ്? ഇൻക്രിപ്ഷൻസ്, പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റിൽ ഓരോ ഇൻക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും റൈറ്റ് ടു ലെഫ്റ്റ് ആയിരുന്നു എഴുതിയിരുന്നത്. നമ്മളിപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എഴുതുന്നതെങ്കിൽ അന്നത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതലും എഴുതിയിരുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരുന്നു. പക്ഷേ എന്താണ്? ബൈ ഡയറക്ഷനിൽ എഴുതിയ സ്ക്രിപ്റ്റുകളും ഉണ്ട്. ബൈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആദ്യമേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇങ്ങോട്ട് എഴുതുന്നു, അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ട് എഴുതുന്നു. അതിനെയാണ് ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. ആദ്യമേ ഇങ്ങോട്ട് എഴുതുന്നു, പിന്നെ അങ്ങോട്ട്, ഇങ്ങോട്ട്. അതാണ് ബൈ ഡയറക്ഷണൽ സ്ക്രിപ്റ്റ്. അതും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ സീലുകളിനകത്ത് എന്താണ്? അനിമൽസിൻ്റെ പടം, മൃഗങ്ങളുടെ പടങ്ങൾ കാർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിനകത്ത് വരുന്ന മിക്ക മെയിൻ അനിമൽസ് ഏതൊക്കെയാണെന്ന് പറയാം. യൂണിക്കോൺ ഉണ്ടായിരുന്നു, ബുള്ളുണ്ടായിരുന്നു, ടൈഗർ, റൈനോസേഴ്സ്, എലിഫൻറ്റ്, ബഫല്ലോ, ഗോട്ട്, ക്രൊക്കഡൈൽ, അങ്ങനെ ഒരുപാട് അനിമൽസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സാധനം മാത്രമില്ലായിരുന്നു, ഒരു അനിമൽ മാത്രമില്ലായിരുന്നു. ഏതാണ്? പശു മാത്രം ആ ഒരു ഇംപ്രഷൻസിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. സീൽസ് വെയർ പ്രൈമർലി യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ്. സീൽസ് കൂടുതലും എന്താണ്? കൊമേഴ്ഷ്യൽ പർപ്പസസ്, ട്രേഡിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കൂടുതലും സീലുകൾ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും എഡ്യൂക്കേഷൻ പർപ്പസസിനൊക്കെ ഈ ഒരു സീലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഫേമസ് സീൽ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സീലുകളാണ് പശുപതി സീലും യൂണിക്കോൺ സീലും. പശുപതി സീലും ഉണ്ട്, യൂണിക്കോൺ സീലും ഉണ്ട്. അതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. ഇനി ബ്രോൺസ് ഫിഗേഴ്സ്. അപ്പോൾ സീൽ കഴിഞ്ഞ രണ്ടാമത് കണ്ടുപിടിച്ച ഒരു സ്കൾപ്ചർ ആയിരുന്നു ബ്രോൺസ് ഫിഗർ. എന്താണ് ഈ ബ്രോൺസ് ഫിഗർ? ദ ഹാരപ്പൻ സിവിലൈസേഷൻ സോ എ വൈഡ് സ്കെയിൽ പ്രാക്ടീസ് ഓഫ് ബ്രോൺസ് കാസ്റ്റിംഗ്. ബ്രോൺസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരുപാട് സ്കൾപ്ചേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബ്രോൺസ് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു ലോസ് വാക്സ് ടെക്നിക് അല്ലെങ്കിൽ ഒരു സൈർ പെർഡ്യൂ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഇതെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുന്നു? വാക്സ് ഉപയോഗിച്ച് ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്നു. ഓക്കെ, മെഴുക് ഉപയോഗിച്ച് ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് എന്ത് ചെയ്യുന്നു? ക്ലേ കോട്ട് ചെയ്യും. ക്ലേ കോട്ട് ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഹോൾ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? ആ അകത്തിരിക്കുന്ന വാക്സിനെ തീ കൊടുത്ത് ഉരുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ആ വാക്സ് എല്ലാം തന്നെ എന്താ ചെയ്യും? പുറത്തോട്ട് പോകും അല്ലേ? അപ്പോൾ പുറത്തോട്ട് പോയതിന് ശേഷം ആ ഒരു ഗ്യാപ്പിലോട്ട് ബ്രോൺസിൻ്റെ ലിക്വിഡ് ഫോമിലുള്ള ബ്രോൺസ് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ ബ്രോൺസ്, ഇത് നമ്മൾ ചെയ്യുന്നത് വാക്സിനെ എടുത്ത് കളയുന്നത് ആ ക്ലേ ഉണങ്ങിയതിന് ശേഷമായിരിക്കും. ഓക്കെ, അപ്പം ആ ബ്രോൺസിനെ എടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്ത് പറ്റുന്നു? ആ ഒരു ബ്രോൺസ് ഒന്ന് സെറ്റ് ആകുന്നിടം വരെ വച്ചിട്ട് ആ പുറത്തുള്ള ക്ലേനെ പൊട്ടിച്ചു കളയുന്നു. അങ്ങനെയാണ് ഒരു ബ്രോൺസ് ഫിഗേഴ്സൊക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴും മിക്ക കൺട്രീസിലും അങ്ങനെ തന്നെയാണ് ബ്രോൺസ് ഫിഗേഴ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതാണ് പോട്ടറി. സ്കൾപ്ചേഴ്സിൽ എന്തൊക്കെ പറഞ്ഞു? സീലുകൾ പറഞ്ഞു, ബ്രോൺസ് ഫിഗേഴ്സ് പറഞ്ഞു, പോട്ടറീസ് ഉണ്ട്. പോട്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും രണ്ടായിട്ടാണ്. എക്സ്കവേഷൻ സൈറ്റിൽ നിന്ന് കിട്ടിയ പോട്ടറീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്ലെയിൻ പോട്ടറി എന്നും ഒന്ന് പെയിൻറ്റഡ് പോട്ടറി എന്നും. ഈ പെയിൻറ്റഡ് പോട്ടറി എന്ന് പറയുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി എന്നും അറിയപ്പെടുന്നു. കാരണം എന്താണ്? ഈ റെഡ് വെച്ചിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്തിരിക്കുന്നത്. റെഡ് പെയിൻറ്റ് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനകത്ത് ഓരോ മരങ്ങളും ബേർഡ്സിൻ്റെ ചിഹ്നങ്ങളും അനിമൽസിൻ്റെ ചിഹ്നങ്ങളും ഒക്കെ വരയ്ക്കുന്നു. അതിനെയാണ് റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി എന്നറിയപ്പെടുന്ന ഇതാണ് പെയിൻറ്റഡ് പോട്ടറിയാണ്. മിക്ക പോട്ടറീസും ഉണ്ടാക്കിയിരിക്കുന്നത് വീല് കൊണ്ട് ഉണ്ടാക്കിയ പോട്ടറീസാണ് കൂടുതലും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കൈ കൊണ്ടുണ്ടാക്കിയതും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. വീല് കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? നല്ല കറക്റ്റ് ഒരു ഷേപ്പിൽ വരുന്നത് കൊണ്ടാണ് വീല് കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞത്. സോ
അങ്ങനത്തുള്ള പോട്ടറീസും കണ്ടെത്തിയിട്ടുണ്ട്, കൈകൊണ്ടുണ്ടാക്കിയ പോട്ടറീസും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പോട്ടറീസ് കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത് ഒന്ന് ഹൗസ് ഹോൾഡ് പർപ്പസസിന് വേണ്ടിയിട്ടായിരുന്നു, മറ്റൊന്ന് ഡെക്കറേറ്റീവ് പർപ്പസസ്, ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. അതുപോലെ സ്റ്റെയിനിങ് ലിക്കർ ഈ വാറ്റൊക്കെ അരിച്ചെടുക്കുന്ന ആ ഒരു സംഭവമല്ലേ, അതിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്തിരുന്നു, ഈ പോട്ട്സുകൾ എല്ലാം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ആർക്കിടെക്ചറിൽ വരുന്നത്. ഇനി അടുത്ത മൗര്യൻ ആർട്ടുണ്ട്, അങ്ങനെ ഓരോ ആർട്ടുകളുണ്ട്. അപ്പം ഈ ഒരു സെക്ഷനകത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത സെക്ഷൻ നോക്കാം.